പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഭരണഘടനയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ രാജ്യമെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. എന്നാൽ യൂണിയനായി നിൽക്കുമ്പോൾ തന്നെ നല്ല നിലയിലുള്ളൊരു ഫെഡറൽ സ്ട്രക്ചർ വിഭാവനം ചെയ്യുന്ന ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ അത് അട്ടിമറിക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല. ഏതെങ്കിലും ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കാത്ത മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അവർക്ക് അർഹമായ നീതി നിഷേധിക്കുന്നത് ശരിയല്ല. അതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് ഭരണഘടനയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന, നീതിന്യായ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് ആ ബാധ്യതയുണ്ടെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നത്. യഥാർത്ഥമായിട്ട് ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ ഫെഡറലിസ്റ്റിക് നേച്ചറിനോടൊപ്പം തന്നെ സാമ്പത്തികം എന്ന് പറയുന്നത് രാജ്യത്തിന് കേന്ദ്രീകൃതമായി ലഭിക്കുന്ന സാമ്പത്തിക ഘടനയെ കൃത്യമായി വിതരണം ചെയ്ത് നൽകേണ്ടുന്നതാണ്. അപ്പോൾ ആ ഫിസ്ക്കൽ ഫെഡറലിസത്തെ കൂടി അട്ടിമറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഭരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ തികച്ചും ബുദ്ധിമുട്ടിലാക്കുന്നത്. അതിനെതിരായിട്ടാണ് ഈ മനുഷ്യ ചങ്ങല ഒരു വലിയ ശൃംഖലയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞു മോനൊക്കെ ഒരു പക്ഷേ അവൻ്റെ ലൈഫിൽ ഇനി ഇതുപോലുള്ള സമരങ്ങളുടെ ഭാഗമാകുമെന്ന് പറഞ്ഞാൽ അവർ കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാകണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. ഞാൻ നിരന്തരം ട്രെയിനിൽ യാത്ര ചെയ്യുന്നയാളാണ്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി നിരന്തരം ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരുന്നയാളാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി അനുഭവിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലെ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ AC കോച്ചുകളാണെങ്കിലും ഒക്കെ അത്രയ്ക്ക് ജനത്തിരക്കാണ്. ആളുകൾ വാതിൽ വരെ കേരളത്തിലൂടെ ഓടുന്ന മിക്ക ട്രെയിനുകളും ഈ പറഞ്ഞ പോലെ വാതിലുകളിലൊക്കെ തൂങ്ങിപ്പിടിച്ച് നിന്ന് യാത്ര ചെയ്യുന്ന ഞങ്ങൾ കാണുകയും ഞങ്ങളത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ സമരം യഥാർത്ഥത്തിൽ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.